ക്ലാസ് 9ലെ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ NCERT എക്സസൈസ് 1.1 ആണ് നമ്മൾ ചെയ്യുന്നത്. 1.1 exercise 1.1 first question is 0 a rational number? Can you write it in the form of P by Q where P and Q are integers and Q not is equal to 0 എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് സീറോനെ നമുക്ക് റാഷണൽ നമ്പർ ആണോ, സീറോ എന്ന് പറയുന്ന നമ്പർ റാഷണൽ നമ്പർ ആണോ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ സീറോ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, നമുക്ക് റാഷണൽ നമ്പറിന്റെ ഫോം ആയിട്ട് എന്താ പി ബൈ ക്യൂ എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റണം. ദ നമ്പർ വിച്ച് വി ക്യാൻ റൈറ്റ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ ക്യൂ നോട്ട് ഈസ് ഈക്വൽ ടു സീറോ ആണ് അല്ലെ. അതാണ് റാഷണൽ നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഈ സീറോ ഈസ് ഈക്വൽ ടു നമ്മളിപ്പോ 0/1 എന്ന് എഴുതിയാൽ നമുക്ക് സീറോ അല്ലേ. 0/2 എന്ന് പറഞ്ഞാൽ എന്താ സീറോ അല്ലേ. 0/3 എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് അല്ലെ. ഇവിടെ നമ്മുടെ കണ്ടീഷൻ ക്യൂ നോട്ട് ഈസ് ഈക്വൽ ടു സീറോ ആണ് അല്ലെ. അപ്പൊ സീറോ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, സീറോ ഈസ് എ റാഷണൽ നമ്പർ എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയാലോ. therefore സീറോ ഈസ് എ റാഷണൽ നമ്പർ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 6 റാഷണൽ നമ്പർ ബിറ്റ്വീൻ 3 and 4. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 and 4ന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 3യുടെയും 4ന്റെയും ഇടയിലുള്ള 6 റാഷണൽ നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റാഷണൽ നമ്പർ ആക്കി മാറ്റാം. 3 is equal to 3/1 എന്ന് എഴുതാം അല്ലെ. അതുപോലെ 4 എന്ന് പറഞ്ഞാൽ 4/1. ഇത് ഇപ്പൊ P by Q എന്നുള്ള ഫോമിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ഇതിന് റാഷണൽ നമ്പർ എന്ന് വിളിക്കാം. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, 6 റാഷണൽ നമ്പറിന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് എങ്ങനെ ആക്കാം, ഒരു റാഷണൽ നമ്പറിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ റാഷണൽ നമ്പറിന് മാറ്റമൊന്നും സംഭവിക്കില്ല എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഈ 3/1 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ ഏതെങ്കിലും കുറച്ച് വലിയൊരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഒരു 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3ന്റെയും 4ന്റെയും ഇടയിലുള്ള നമ്മളോട് ഓൾമോസ്റ്റ് പറയുന്നത് 6 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 7 3s ആർ എത്രയാണ് 21. 1 7s are 7. അതേമാതിരി 4/1 into 7 എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 7 28. നമുക്കറിയാം 1 into 7 7 ആവും. ഇനിയിപ്പോ ഈ രണ്ട് നമ്പറിന്റെ ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ നമുക്ക്. അതായത് 21/17 28/17. അതിന്റെ ബിറ്റ്വീൻ വരുന്ന റാഷണൽ നമ്പേഴ്സ് എന്തൊക്കെയാണ്, 22/7 23/7 24/7 25/7 26/7 27/7. നമുക്ക് എത്ര റാഷണൽ നമ്പറാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേ, 1 2 3 4 5 6 റാഷണൽ നമ്പേഴ്സ് അല്ലെ. 6 റാഷണൽ നമ്പേഴ്സ് നമുക്ക് ഇതിന്റെ ഇടയിലുള്ള 6 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. അതിപ്പോ എങ്ങനെയാ കണ്ടുപിടിച്ചത്, നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് എങ്ങനെയാ മനസ്സിലായേ. ഏകദേശം നമ്മൾ നോക്കുക 3ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾസിന്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് എത്ര 7 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെ ആയിട്ട് വരുന്നു. ഇപ്പൊ 5 കൊണ്ടാണെങ്കിൽ നമുക്കറിയാം 3 5s are 15, 4 5s are 20. ഓൾമോസ്റ്റ് 4 നമ്പേഴ്സേ നമുക്ക് ഇൻ ബിറ്റ്വീൻ കിട്ടുള്ളൂ. അപ്പൊ 6ഉം 7ഉം അപ്പൊ 7 ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നു. അങ്ങനെയാണ് ഇത് നോക്കിയത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്നത് ഫൈൻഡ് 5 റാഷണൽ നമ്പർ ബിറ്റ്വീൻ 3/5 and 4/5. ഇതേപോലെ നമുക്കിവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3/5ഉം 4/5ന്റെ ഇടയിലുള്ള 5 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിനെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓൾമോസ്റ്റ് വരും, ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുമോ, 5 3s are 15. ഇല്ല, 5 3s are 15 വരും, 4 5s are 20 വരുള്ളൂ. അപ്പൊ നമുക്ക് അതുകൊണ്ട് നമുക്ക് കുറച്ച് വലിയ നമ്പർ തന്നെ എടുത്തു നോക്കാം. അതായത് 3/5 ഒരു 10 കൊണ്ട് നോക്കാം അല്ലെ, അല്ലെങ്കിൽ ഒരു 9 കൊണ്ട് നോക്കാം. 9 3s are 27 by 9 5s are 45 അല്ലെ. അപ്പൊ 4/5നെയോ 4/5 into
9 by 9 by 9 is equal to 9 fours are 36 45. ഇതിന്റെ ഇടയിൽ നമുക്ക് കിട്ടുമല്ലോ. അതായത് 27 കഴിഞ്ഞാൽ 28 by 45, 29 by 45, 30 by 45 ആണ്. 30 by 45, 31 by 45, 32 by 45, 33 by 45. ഇങ്ങനെ നമുക്ക് 36 വരെ എഴുതാൻ പറ്റും അല്ലെ. നമ്മളോട് എത്ര എണ്ണ ചോദിച്ചേ? 1 2 3 4 5. അപ്പൊ ഇത്ര 5 എണ്ണേ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 32 by 45 വരെ എഴുതി ഇനിഫ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അതായത് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആക്കുക. ഇൻ ബിറ്റ്വീൻ എത്ര നമ്പർ വരും നോക്കുക. ആ നമ്പേഴ്സ് നോക്കി എഴുതേണ്ടത്. വളരെ എളുപ്പമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച അതേപോലെയുള്ള മെത്തേഡ് തന്നെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ് എന്നാണ് ചോദിക്കുന്നത്. ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. നമ്മുടെ ആൻസറിന് റീസണും കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എവരി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. അതായത് എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പർ ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാലോ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ആണ്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5 6. അപ്പൊ ഈ ഹോൾ നമ്പറിൽ നാച്ചുറൽ നമ്പർ വരുന്നില്ലേ? അപ്പൊ നാച്ചുറൽ നമ്പർ എന്താ? ഹോൾ നമ്പർ അല്ലേ? നാച്ചുറൽ നമ്പർ ഹോൾ നമ്പർ ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് ട്രൂ അല്ലെ. മനസ്സിലായില്ലേ? ഇനി അടുത്തത് വരുന്നത് എവരി ഇൻറ്റീജർ ഈസ് എ ഹോൾ നമ്പർ. നോക്കി മക്കളെ, എവരി ഇൻറ്റീജർ ഈസ് എ ഹോൾ നമ്പർ. അപ്പൊ നമുക്ക് ഇൻറ്റീജർ എന്താണെന്ന് അറിയണം, ഹോൾ നമ്പർ എന്താണെന്ന് അറിയണം അല്ലെ. അപ്പൊ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും സീറോയും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് എന്താണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. എന്നാൽ ഹോൾ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 0 1 2 3 എക്സെട്ര വരുന്നതിനാണ് നമ്മൾ ഹോൾ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻറ്റീജേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആണോ? അല്ല അല്ലെ. ഇൻറ്റീജേഴ്സിൽ നെഗറ്റീവ് നമ്പർ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇൻറ്റീജേഴ്സ് ഹോൾ നമ്പർ അല്ല. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് അല്ലെ. സെക്കൻഡ് വൺ ഈസ് ഫോൾസ്. ഇനി നമ്മുടെ തേർഡ് വൺ, എവരി റാഷണൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ എന്നുള്ളതാണ് പറയുന്നത്. എവരി റാഷണൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഈ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ മീൻസ് നമ്പർ വിച്ച് വി ക്യാൻ റൈറ്റ് ഇൻ ദ ഫോം p/q അല്ലെ. അതാണ് റാഷണൽ നമ്പർ. എന്നാൽ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാലോ 0 1 2 3 അതാണ് ഹോൾ നമ്പർ. അപ്പൊ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റുമോ? നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ റാഷണൽ നമ്പർ എല്ലാം ഹോൾ നമ്പർ ആണെന്ന്? ഇല്ല അല്ലെ. അപ്പൊ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഫോൾസ് ആണ് വരുന്നത്. ഈ എക്സസൈസിൽ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് ഇതിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അയച്ചാൽ മതി. അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.